പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഓരോ പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പില് സെഷൻ അവതരിപ്പിക്കുന്ന സെഷൻ നമ്മുടെ ആന്റണി സാറാണ്. ആന്റണി സാർ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിനൊക്കെ പ്രധാനപ്പെട്ട ആളാണ്. എങ്കിലും സതീഷ് സാറാണ് ഈ സെഷന്റെ നിയന്ത്രണം. അപ്പൊ സതീഷ് സാറ് ഈ സെഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ആന്റണി സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല SLSനെ സംബന്ധിച്ചും ഇപ്പോൾ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചും. അതുകൊണ്ട് സതീഷ് സാറ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് പ്രോഗ്രാം ലീഡ് ചെയ്യുന്നതിനും നയിക്കുന്നതിനുമായിട്ട്. മൈത്രി ഭവ ഇന്നത്തെ ആഴ്ചവട്ടത്തിൽ നമുക്കെല്ലാം ഏറെ പരിചിതനായ ആന്റണി പുത്തമ്പുരയ്ക്കൽ സാറാണ്. എല്ലാ ആഴ്ചകളിലും മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ചില കാണാപ്പുറങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹത്തിന് ഭംഗിയായി കഴിയുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഈ മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ച് എത്ര പറയാൻ പറ്റും? സാറിന് എത്ര പറഞ്ഞാലോ തീരാത്ത അത്രയും അറിവുണ്ട്. അത് ഒരു നിധി പോലെ ആളുകൾ കേൾക്കുന്നുണ്ട്. എത്ര കാലം വേണമെങ്കിലും അത് പറയാൻ കഴിയും. ഇന്ന് ആന്റണി സാർ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം റീസെറ്റ്, ലെറ്റ് ഗോ. ഇതും കടന്നുപോകും, മാറ്റത്തിനായി കാത്തിരിക്കുക. വളരെ പോസിറ്റീവായ, ആഴത്തിൽ കാണേണ്ട ഒരു വിഷയം. ഈ ഒരു ഉദ്ധരണി സാറിന്റെ വളരെ പ്രിയപ്പെട്ട മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഒരു ദിവ്യ മന്ത്രമാണെന്ന് പറയാം. ഭൂതകാലത്തിന്റെ നൊമ്പരങ്ങളിൽ നിന്നും ഭാവിയുടെ ആകാംക്ഷയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കേണ്ട സമയം. ജീവനുള്ള ഈ വർത്തമാന കാലത്തിൽ നിൽക്കേണ്ട അവസ്ഥ. ഈ ഒരു കാര്യത്തിലേക്കാണ് ഈ വിഷയം വിരൽ ചൂണ്ടുന്നത്. എല്ലാ മാറ്റങ്ങളും വരാനുള്ള അവസരമാണ്. നാം അകപ്പെട്ടിരിക്കുന്ന മൈൻഡ്ഫുൾ സെറ്റിൽ നിന്നുള്ള മോചനം, അതിനുള്ള മാർഗം എന്താണ്? ഒരുപാട് വർഷങ്ങളായി നാം സ്വരുപ്പിടിപ്പിച്ചു വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ മൈൻഡ് സെറ്റിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം എളുപ്പമാണോ? എന്താണ് സാറിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ഏറെ സ്നേഹ ബഹുമാനത്തോടെ വിഷയം അവതരിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട ആന്റണി പുത്തൻപുരയ്ക്കൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് കം. ഓക്കെ, താങ്ക് യു സതീഷ് സാർ. റീസെറ്റ് ആൻഡ് ലെറ്റിംഗ് ഗോ, അല്ലെ ലെറ്റ് ഗോ ഓഫ് എന്നൊക്കെ പറയുന്ന ഈ വിഷയം വളരെ സാന്ദർഭികമായിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഇടയായത്. കാരണം ഇത് ഒരു 2 ആഴ്ച മുൻപ് 2025 SLS മൈൻഡ്ഫുൾനെസ് ബ്ലിസ്സിൽ എടുക്കാനിരിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിനെ ഞാൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ 1 വർഷം, ഈ 2025 ഞാൻ ഇതിന്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഷായ് സാറ് പറഞ്ഞിട്ട് എന്നോട് സുഭാഞ്ജലി പറയുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സാന്ദർഭികമായിട്ടാണ് ഈ വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, 1 വർഷമോ 2 വർഷമോ നമുക്ക് എടുക്കാവുന്ന ഒരു വിഷയമാണ്. അത്രയേറെ വിപുലമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ അത് 15-20 മിനിറ്റ് കൊണ്ട് എങ്ങനെ തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ ശ്രമിക്കാം. നമ്മള് പുതുവത്സരം ഇങ്ങനെ ഇന്ന് 3 ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ 2025 നമ്മൾ പ്രവേശിച്ചിട്ട്. സാധാരണഗതിയിൽ പുതുവത്സരങ്ങൾ വരുമ്പോഴേക്കും എപ്പോഴെങ്കിലും ഡിസംബർ ആരംഭത്തോടു കൂടിയോ, അല്ലെങ്കിൽ ഡിസംബർ 31 അല്ലെങ്കിൽ ആ ഏകദേശം കാലയളവിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറിന്റെ ഒരു വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരായ ആളുകളുടെ ഏതെങ്കിലും ഒരു ഉദ്ധരണി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രചോദനം അവർക്ക് കിട്ടും. ഇത് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന്. അത് അല്പകാലത്തേക്ക് നിൽക്കുന്നതാണ്. കാരണം വികാരങ്ങളാണ്, അത് വന്നും പോയി നിൽക്കും. ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നമുക്കത് വളരെ കാലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ കാരണം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നാണ്, ഒരു വൈകാരികമായിട്ടാണ് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുന്നത്.
നമ്മളുടെ മനസ്സ് അത് അറിയുന്നില്ല. രണ്ടാമത് നമ്മളുടെ ബ്രെയിൻ അറിയുന്നില്ല, നമ്മളുടെ ശരീരം അറിയുന്നില്ല നമ്മളെടുത്ത തീരുമാനത്തെക്കുറിച്ച്. ഉദാഹരണമായിട്ട് ഒരാൾ പറയുകയാണ്, ഞാൻ 2025 മദ്യപിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു, അല്ലെ പുകവലി നിർത്തുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെ തന്നെത്താൻ തോന്നിയിട്ടോ ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് സാധാരണ അത് ആദ്യമേ ഉണ്ടാകുന്നത്. അത് നമ്മളുടെ ബ്രെയിൻ അറിയണം, നമ്മളുടെ മനസ്സറിയണം, നമ്മളുടെ ശരീരം അറിയണം. അതിനെക്കുറിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാനൊരു മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്ത ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു സപ്പോർട്ട് കൂടി കിട്ടുമ്പോഴാണ് നമ്മളുടെ തീരുമാനങ്ങൾ പോകുന്നത്. എന്താണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പർപ്പസ് എന്താണ് എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, എന്നെ ശ്രമിക്കുന്നവരായ നിങ്ങളോട് എന്താണ് റീസെറ്റ് ആൻഡ് ലെറ്റിംഗ് ഗോ. ലെറ്റിംഗ് ഗോ കഴിഞ്ഞിട്ട് വേറൊരു വാക്ക് കൂടി ഉണ്ട്, ആ വാക്ക് ആങ്കറിങ് എന്ന് പറയും. അതായത് നങ്കൂരമിടുക, ഒരു കാര്യം റീസെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ വിട്ടുകളയുക, അതോടൊപ്പം തന്നെ നമ്മൾ നങ്കൂരമിടുക അല്ലെങ്കിൽ ആങ്കറിങ് എന്ന് പറയും. ആങ്കറിങ് അതായത് നമ്മൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പലപ്പോഴുമുള്ള ആ തീരുമാനങ്ങൾ എന്താണ്, ന്യൂ ഇയറിൽ എടുത്ത തീരുമാനം ഉദാഹരണമായിട്ട് ഇന്ന് എന്താണ് ജനുവരി 3-ാം തീയതി ആയിട്ടുള്ളൂ, ഡിസംബർ 17-ാം തീയതി ലോകമെമ്പാടും ആഘോഷിക്കാവുന്ന ഒന്നുണ്ട്, അതായത് ഡിച്ച് ദി ഡിസിഷൻ ഓഫ് ന്യൂ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ന്യൂ ഇയറിൽ എടുത്ത തീരുമാനത്തെ നമ്മൾ കുഴിച്ചു മൂടുന്നു സന്തോഷത്തോടു കൂടി. എങ്ങനെ ന്യൂ ഇയറിനെ നമ്മൾ എങ്ങനെ വരവേറ്റുവോ അതുപോലെ അത്രയും ആഘോഷം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അതായത് 2 ആഴ്ച നമ്മുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇതാണ്, റീസെറ്റ് ആൻഡ് ലെറ്റിംഗ് ഗോ. അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള റിന്യൂവൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇമോഷൻ, വൈകാരികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ ആ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളെല്ലാം നമുക്ക് റിലീസ് ചെയ്ത് ഇന്നലകളിലെ നമ്മളുടെ ആ വേദനകൾ, ആ ആ ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഭാരം നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ടോപ്പിക്സ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടൈം, എന്താണ് റീസെറ്റ് ആൻഡ് ലെറ്റിംഗ് ഗോ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, ദെൻ അത് ഏതെല്ലാം ഏരിയാസിലാണ്. ഇത് ഒത്തിരി ഏരിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ക്ലാസ്സിനെ വളരെ സമ്മറൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതുപോലെ സ്റ്റേജസ് ഓഫ് റീസെറ്റിംഗ് ആൻഡ് ലെറ്റിംഗ് ഗോ, ഏതെല്ലാം സ്റ്റേജിലാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലെയുള്ള ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഹാങ്ങപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഒന്ന് റീബൂട്ട് ചെയ്യുക എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സ്റ്റേജിലേക്ക് പോവുക. ചിലപ്പോൾ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കുണ്ടാകുക, അതായത് ഫാക്ടറി റീസെറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഒരു പുതിയ ഒന്നിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കുറെ എല്ലാം മായ്ച്ചു കളഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫാക്ടറി റീസെറ്റിങ്ങിലേക്ക് പോവുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ സന്തോഷം, സംതൃപ്തി അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആ കുറെ എല്ലാം കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് പഠിച്ചു, ജോലി കിട്ടി, അല്ലെങ്കിൽ വിവാഹിതരായി, ഇങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ പോകും. ഒരുപക്ഷെ നമ്മളിൽ പലരും നമ്മളുടെ കുട്ടിക്കാലത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെ നമ്മൾ വളരെയേറെ സ്നേഹത്തോടുകൂടി കാണുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ PDC ആണ്, അല്ലെങ്കിൽ ഇപ്പൊ +2 അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോ PhD ഇങ്ങനെയൊക്കെ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് അന്ന് ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള കൂട്ടുകാരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ SSLC കഴിഞ്ഞിട്ടുള്ള അതിലേക്കായിരിക്കും. ദാറ്റ് മീൻസ് ഒരു റിട്ടേൺ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒറിജിനൽ സ്റ്റേജിലേക്ക് പോകുന്ന ഒന്നാണ്. ഓക്കെ, ലെറ്റിംഗ് ഗോ മീൻസ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പല കാര്യങ്ങളോട് നമ്മൾ അറ്റാച്ച്ഡ് ആണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇമോഷൻസ്, നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ പൊസഷൻസ്, ഇനി ഈവൻ നമ്മളുടെ മതപരമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ വംശീയമായിട്ടുള്ള, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, പലപ്പോഴും അത് ചീത്തയാണ്. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഈവൻ അഡിക്ഷൻ വന്നിട്ട് നമ്മൾ അഡിക്റ്റഡ് ടു പെയിൻ,
നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പെയിൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ മേലാത്ത ചുറ്റുപാടുണ്ട്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമുക്ക് ഒന്ന് മാറാൻ അല്ലെങ്കിൽ അതിനെയെല്ലാം വിട്ടുകളയാൻ ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരം എന്ന നിലയിലാണ്. ഓക്കെ, ദെൻ ഒരിക്കൽ കൂടി സമ്മറൈസ് ചെയ്യാം. റീസെറ്റ് ഫോക്കസസ് ക്രിയേറ്റിംഗ് എ ന്യൂ സ്റ്റാർട്ട്, ഒരു റീബൂട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒന്നിൽ നിന്ന് ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ലെറ്റിംഗ് ഗോ മീൻസ് റിലീസിങ്. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് നമ്മൾ കളയുന്നു. അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെ പഴയ ഫർണിച്ചറുകൾ അല്ലെ പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ കേടായതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കുന്നു, അല്ലെങ്കിൽ പുതിയ അത്രയും സ്പേസ് നമ്മൾ ഉണ്ടാക്കുന്നു. ഇതാണ് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് നമ്മളുടെ ഏരിയാസ് ഓഫ് റീസെറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ബ്രെയിൻ ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റീസെറ്റ് ചെയ്യാൻ. ഇപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കും, ബ്രെയിൻ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കും, കാരണം നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും മാലിബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് കരുതിയിരുന്നു ഒരു 20-ാമത്തെ വയസ്സോടുകൂടി ബ്രെയിനിന്റെ വളർച്ച തീർന്നു, അതിനുശേഷം പിന്നെ അത് ഡിക്രീസ് ചെയ്ത് അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെയല്ല. ഇപ്പോഴത്തെ ന്യൂറോളജി അനുസരിച്ച് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ട്. 70-ലോ 80-ാമത്തെ വയസ്സിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പഠിക്കാം. അല്ലെങ്കിൽ ആ വായിക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈവൻ നമ്മളുടെ രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവരുടെ മനസ്സിന്റെ ബലം കൊണ്ട്, വാസ്തവത്തിൽ അവരുടെ മനസ്സിന്റെ ബലമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ കൊടുക്കുന്ന അഫർമേഷൻസ് അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ നടത്താം. പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെന്നിൽ നിന്നുണ്ടായതാണ്. അതിന് വളരെയേറെ ഇത്രയേറെ റിസർച്ച് നടത്തി, ന്യൂറോളജിക്കലായിട്ട് അല്ലെ സയന്റിഫിക് ആയിട്ട് റിസർച്ച് നടത്തിയിട്ടുള്ള മറ്റൊരു മെഡിറ്റേഷൻ രീതിയും ഇന്നിപ്പം നിലവിലില്ല. നാളെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം അതിന് വളരെയേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സയൻസ് ശാഖകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ന്യൂറോളജിക്കലായിട്ട് അല്ലെ ബ്രെയിനിനെ സംബന്ധിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന ഒന്നാണ് കോഗ്നിറ്റീവ് റെസ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് ടു മച്ച് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും എന്താണ് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ആ ഫറ്റീഗ് ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ. അതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഒരു ഏകദേശം 8 മണിക്കൂർ, അതായത് സാധാരണ 9 മണിക്കൂർ ഒരാൾ ഓഫീസിൽ ഉണ്ടാകണം. അതിൽ 1 മണിക്കൂർ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ച് ബ്രേക്ക് ആയിട്ട് പോകുക, 8 മണിക്കൂർ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് തന്നെ ആളുകൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചില ജാപ്പനീസ് അല്ലെങ്കിൽ ചില യൂറോപ്യൻ കോർപ്പറേറ്റ് കമ്പനികൾ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സമയവും സൗകര്യവും അവർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം കോഗ്നിറ്റീവ് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓവർലോഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതുപോലെ മറ്റൊന്നാണ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് സ്ലീപ്പ്. നമുക്ക് വേണ്ടത്ര നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ് കിട്ടുക എന്നുള്ളത്. അടുത്തത് മൈൻഡിലാണ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് നമ്മളുടെ തോട്ട് പാറ്റേൺസ്, നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ മെന്റൽ ചാറ്ററിങ് എന്ന് പറയും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഒന്നുകിൽ അതിനെ പോസിറ്റീവ് ആക്കുക അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൈൻഡിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അനുദിന ജീവിതത്തിൽ. പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റംസിനെ നമ്മളൊന്ന് റീഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ അഡിക്റ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന എൻ്റെ ചിന്താഗതികൾ അത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് നമ്മൾ അറിയണം. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അറിയുന്ന എല്ലാ നമ്മളുടെ വിശ്വാസങ്ങളും വാസ്തവത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഒരുപക്ഷെ ഇത് കോൺട്രവേഴ്സി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമുക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറുമാണ്. അതായത് എന്താണെങ്കിലും നമ്മുടെ സാംസ്കാരികമാകട്ടെ, മതപരമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം സൂചിപ്പിച്ച പോലെ വംശീയമാകട്ടെ, എന്തും നമ്മളുടെ ബിലീഫ് സിസ്റ്റം അല്ല നമ്മളുടെ മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് നമുക്കിങ്ങനെ ഏതോ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയോ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ച് നീരാളി പിടിക്കുന്ന പോലെ പിടിച്ചു നിൽക്കുന്നതാണ്.
അപ്പൊ അതേക്കുറിച്ചൊക്കെ ഒന്ന് റീവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, റീതിങ്ക് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണ് റിഫ്ലക്റ്റ് ചെയ്യുക, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ മൈൻഡിൽ ഇതിനെ ഒന്ന് റീസെറ്റ് ചെയ്താൽ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ലോകത്തുണ്ടാകുന്ന ഒട്ടനവധി അല്ലെങ്കിൽ മുഴുവൻ തന്നെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. മറ്റൊന്ന് ഫോക്കസിങ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ എനർജി, മെന്റൽ എനർജി നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നു, അല്ലെ അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസിങ് ആണ് മൈൻഡിന്റെ. മറ്റൊന്ന് ബോഡിയുടേതാണ്, ഫിസിക്കൽ ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബോഡിയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ക്ഷീണമാണ്, ഒരു ഊർജമില്ല, അല്ലെങ്കിൽ അതാണ് അവിടെ വേദനയാണ് ഇവിടെ വേദനയാണ് എന്നൊക്കെ പറഞ്ഞ്, കാലിന്റെ വേദനയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അതിന് വേണ്ടത്ര വിവേകവും അല്ലെങ്കിൽ അതിന് വേണ്ടത്ര എക്സസൈസ് കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടത്ര മൂവ്മെന്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉദാഹരണമായിട്ട് ഒരു ചടഞ്ഞു കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി നടക്കുക, പ്രകൃതിയിലേക്ക് പോവുക. ന്യൂറോളജിസ്റ്റുകൾ വരെ സപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ പ്രകൃതിയിൽ പോകുക, പ്രകൃതിയുടെ ആ ശബ്ദങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ പൂക്കളെ കാണുക. അതൊക്കെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്തത് ബോഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്, ടെൻഷൻ റിലീസ്. നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഒട്ടനവധി വേദനകൾക്കെല്ലാം യോഗയോ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ മസാജ് അല്ലെങ്കിൽ ഓടുക ചാടുക, അതൊക്കെ ഓരോരുത്തരുടെ പ്രായത്തിന്റെയും അതുപോലെ അവരുടെ കഴിവിന്റെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ളത് ചെയ്യുക. അടുത്തത് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒരുപക്ഷെ ആവശ്യമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും, നമ്മളുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റ്, അതെല്ലാം നിങ്ങൾക്കറിയാം അതങ്ങനെ ആയുർവേദത്തിലൊക്കെ പ്രത്യേകിച്ച് അതുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് നമുക്ക് ചെയ്യാവുന്ന റീസെറ്റിംഗ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ആ മേഖലയിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമോഷണൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇമോഷണൽ ആയിട്ടുള്ള ആ ഫീലിങ്സ് അല്ലെങ്കിൽ തോട്ട്സ് അല്ലെങ്കിൽ ഇതെല്ലാം നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഇപ്പം ഈ ന്യൂ ഇയറിൽ എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും ഇതൊന്നും സാധാരണ നമ്മൾ പോകാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് അല്ലെങ്കിൽ അത് എടുത്താൽ തന്നെ നമ്മൾ അത്ര വളരെ കാര്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനോട് നമ്മൾ കൂടുതലായിട്ട് കൂടുതൽ ആഴത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ പോകും. ദാറ്റ് മീൻസ് ഇമോഷണൽ റിലീസ്, നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്, പ്രത്യേകിച്ച് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന്, നമ്മളുടെ ആങ്കർ അല്ലെങ്കിൽ ഹെയ്റ്റ്രഡ്, റിവഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് അതിനെ അറിയുക, അതിനെ റിലീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. ഫൊർഗീവ്നെസ്, സെൽഫ് ഫൊർഗീവ്നെസ് ആൻഡ് ഫൊർഗീവിങ് അതേഴ്സ്. ഇത് രണ്ടും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ താങ്ക് യു എന്ന് പറയുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ജീവന്റെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമസ്ത മേഖലകളിലും നമുക്ക് പ്രയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ്. എനിക്കിപ്പോൾ അത് കൂടുതൽ പറയാൻ പറ്റിയല്ല, കാരണം നമുക്ക് സമയക്കുറവുണ്ട്. എങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു മേഖലയെ നമുക്ക് റീസെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. ഇനി സ്പിരിച്വൽ, നിങ്ങൾക്ക് സ്പിരിച്വൽ ആകാം, സ്പിരിച്വൽ അല്ലാതാകാം, റിലീജിയസ് ആകാം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് ആളുകൾ പലപ്പോഴും പല റീസെറ്റിങ് ന്യൂ ഇയർ വരുമ്പോഴേക്കും ചെയ്യും. എന്താണ് എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നർ പീസ്, മെഡിറ്റേഷൻ ഓർ പ്രെയർ ആകാം. അല്ലെങ്കിൽ നമുക്ക് പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫിനെ നമുക്ക് സ്പിരിച്വൽ ആയിട്ടും കാണാം. അത് ശരിക്കും പറഞ്ഞാൽ അത് സൈക്കോളജിയിലും ന്യൂറോളജിയിലും ഒക്കെ ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആണ്. പക്ഷെ പർപ്പസ്, അലൈൻമെന്റ് ആൻഡ് മീനിങ് ഇൻ ലൈഫ് നമുക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആ മേഖലയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. അടുത്തത് ഹീലിംഗിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ പലതുണ്ടാകും. ഉദാഹരണമായിട്ട് ഫൊർഗീവ്നെസ്, നമ്മളുടെ ആ ഗ്രഡ്ജസ്, റിസെന്റ്മെന്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു റീസെറ്റിംഗ്. അതുപോലെ റീസെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒന്നാണ് ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് ഗ്രഡ്ജസ് ഉണ്ടെങ്കിൽ, അത് നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യുക, അതുപോലെ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് വരിക. അടുത്ത നമ്മളുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ളതാണ് ലിവിങ് സ്പേസ്. നമ്മളുടെ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും.
പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എൻവയറമെന്റ് നമുക്ക് അപ്പൊ അതല്ലെങ്കിൽ അത് ചില സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ പരിസ്ഥിതി എന്താണ് നമുക്ക് നല്ല ശുദ്ധമായി കിട്ടുന്നില്ലാത്ത മുറികളാകാം അല്ലെങ്കിൽ ചുറ്റുപാടുകളാകാം, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാൻ വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ശുദ്ധമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ആ ലിവിങ് സ്പേസിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് ജോലി സംബന്ധമായിട്ടുള്ളതുണ്ടാകും. അതായത് വർക്ക് പ്ലേസിൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന പലതുണ്ട്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും, കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും നമ്മുടെ ജോലിയിൽ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരുപക്ഷെ ഡിപ്രസീവായിട്ട് അല്ലെങ്കിൽ അസന്തുഷ്ടിയോട് കൂടിയാണെങ്കിൽ അതിനെ നമുക്കൊന്ന് കൂടുതൽ എനർജൈസ് ചെയ്ത് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് ആ ജോലിയോടുള്ള വിശ്വസ്തത നമുക്ക് കൂടുതൽ കൂട്ടുവാൻ നമുക്ക് സാധിക്കും. ദെൻ കണക്ട് വിത്ത് ദി നേച്ചർ, അത് എൻവയൺമെന്റിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയെ സ്നേഹിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ മനുഷ്യര് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യരെ പോലും നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരെയാണ്, നമുക്ക് മനുഷ്യരെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ എന്നെ തന്നെ വാസ്തവത്തിൽ നമ്മൾ ഫിലോസോഫിക്കലാകണ്ട, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്താൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല, നമ്മൾക്ക് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നലാണ് നമുക്കുള്ളത്. ഞാൻ എന്റെ സെൽഫിഷ്നെസ്സിനെയാണ് അല്ലെങ്കിൽ എന്റെ സ്വന്തമെന്ന് ഞാൻ കരുതുന്നതിനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്നേഹമെന്ന് വിളിക്കുന്നെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു സ്നേഹത്തിന്റെ ഒരു ഭാഗമുണ്ട്. അത് എനിവേ നമുക്ക് പ്രകൃതിയിലേക്ക് വരാം. പ്രകൃതിയും ഞാൻ അല്ലെങ്കിൽ നമ്മളും പ്രകൃതിയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതൊന്നുണ്ട്. സമസ്ത ജീവജാലങ്ങളെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, നമ്മളുടെ നമ്മളുടെ എൻവയൺമെന്റിനെ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരിക, അത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് സോഷ്യൽ കണക്ഷൻസ് ആണ്. നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ, നമ്മളുടെ റിലേഷൻഷിപ്പ് മോശമായിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മോശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബൗണ്ടറികളെ കുറിച്ച് ഒന്നുകിൽ നമുക്ക് ബൗണ്ടറി നിശ്ചയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ബൗണ്ടറി ഒന്ന് പൊളിച്ചെഴുതാം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി മീനിങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ കണക്ഷൻസ് നമുക്ക് സൃഷ്ടിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ റീസെറ്റിംഗ് നമ്മളെ സഹായിക്കും. അതുപോലെ അത് ഇപ്പോ ജോൺ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാൻ പറഞ്ഞ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് നമുക്ക് സോഷ്യൽ കണക്ഷൻസ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. വോളണ്ടിയർ ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യുക. ദെൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതുപോലെ സോഷ്യൽ കണക്ഷൻസിന്റെ മറ്റൊരു ഭാഗമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അത് കണക്ട് ചെയ്യുകയല്ല, ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നമ്മളെപ്പോഴും പലപ്പോഴും ഇത് സോഷ്യൽ മീഡിയ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ശരിയല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള്, മറ്റുള്ളവര്. ഞാൻ ഒരിക്കൽ 2015 ഇവിടെ റെഫ്യൂജീസ് വന്നപ്പോൾ ഉണ്ടായ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് പറയാം. 2.5-3 വയസ്സുള്ള ഞാൻ അവിടെ റെഫ്യൂജി ക്യാമ്പുകളിൽ പോയി ഹെൽപ്പ് ചെയ്യാൻ പോകുമായിരുന്നു. അവർക്ക് മൈൻഡ്ഫുൾനെസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, കുറെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒക്കെ പോകുന്ന അങ്ങനെ വോളണ്ടിയർ ആയിട്ട് ചെയ്തിരുന്ന സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികളൊക്കെ ഇരുന്നുണ്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ. അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളുടെ അഡിക്ഷനോ, നമ്മൾ എന്തുമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ കണക്റ്റഡ് ആണ്, ആവശ്യമുള്ളതാണോ അല്ലയോ? അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അഭിപ്രായത്തില്, എൻ്റെ വ്യക്തിപരമാണ്, നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, കൂടുതലും നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ്, മെസ്സേജുകളാണ് പോകുന്നത്. ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ഹൗ ടു റീസെറ്റ് ആൻഡ് ലെറ്റ് ഗോ. ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇനി പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുക, അത് നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലെ? എന്താണെന്ന് അറിഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ അറിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവെയർ ആകണം. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് തലവേദന വന്നു, അല്ലെ വയറ്റുവേദന, നമ്മൾ അറിയുന്നു അല്ലെ? ആ വേദന, അസ്വസ്ഥത വരുമ്പോഴേക്കും നമ്മൾ അറിയുന്നു. അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ റീസെറ്റ് ആൻഡ് ലെറ്റ് ഗോ എന്നുള്ള ഈ വിഷയം സൈക്കോളജി, ന്യൂറോളജി അല്ലെങ്കിൽ ബിഹേവിയർ സൈക്കോളജിയിലും വരുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ സൈക്കോളജി, ഇങ്ങനെയുള്ള സൈക്കോളജി ആസ് എ ഹോൾ, സ്പിരിച്വൽ ആയിട്ടുണ്ട്, സോഷ്യോളജി, മറ്റതുപോലെ ഒട്ടനവധി മേഖലകളിൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ റീസെറ്റ് ആൻഡ് ലെറ്റ് ഗോ എന്നുള്ള ഈ വിഷയം തന്നെ. അപ്പൊ നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആകണം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ കൂടുതൽ സമയം ഇതിൽ ചെലവഴിക്കുന്നുണ്ട്, തോണ്ടി ഞാൻ പോകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവെയർ ആകണം.
അവെയർ ആകാത്തിടത്തോളം കാലം പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് ഒന്നിലേക്ക് വരാൻ നമുക്ക് സാധിക്കില്ല. ദെൻ അടുത്തത് നമ്മൾ അക്സെപ്റ്റിംഗ് ദ നീഡ് ഫോർ, നമുക്ക് വേണോ, ഇത് ചെയ്യണോ, വേണോ വേണ്ടയോ, ഞാനിപ്പോ ഇങ്ങനെ ഏതെങ്കിലും കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം വരുത്തണം, എന്റെ പുകവലി നിർത്തണം, വേണോ വേണ്ടയോ എന്നുള്ളതിനെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുക, റിഫ്ലക്ട് ചെയ്യുക. തിങ്കിങ്ങിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള വാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുക, ഇത് വേണോ, അതേക്കുറിച്ച് നമ്മൾ പഠിക്കണം, അല്ലേ? പുകവലി കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ഇത് മാറ്റണോ വേണ്ടയോ എന്നുള്ളത് പലർക്കും അത് സാധിക്കാതെ പോകുന്നതിന്റെ കാരണം, ഞാൻ 2025 ജനുവരി 1 തീയതി മുതൽ ഞാൻ പുകവലിക്കേല എന്ന് ഞാനൊന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുഴിച്ചിടാം, നമ്മുടെ തീരുമാനത്തെ കുഴിച്ചിടാൻ വേണ്ടി ഇനി 14 ദിവസം കഴിയുമ്പോൾ ജനുവരി 17 തീയതി നമുക്കൊരു ഡേറ്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് അന്ന് കുഴിച്ചിടാൻ പോകുന്നു എന്നുള്ളതാണ്. ദെൻ ഐഡന്റിഫൈങ് വാട്ട് നീഡ്സ് ടു ബി ലെറ്റ് ഗോ. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എന്താണ് എന്നിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാതെ ഞാൻ ചുമക്കുന്ന ഭാരം എന്താണ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ അക്സെപ്റ്റൻസ് ഓഫ് ഇമോഷൻസ്. നമ്മളുടെ വൈകാരികമായ തലത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വികാരങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് പല ആളുകൾക്കും നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തിൽ സാധിക്കില്ല. കാരണം അവരവരുടെ ആ വികാരത്തെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ, ഇമോഷൻസിനെ അവർ ഐഡന്റിഫൈ ചെയ്തു. സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് വേണം പറയാം. അതുമായിട്ട് അവർ താതാത്മ്യപ്പെട്ടു പോയത് കൊണ്ട് വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് കിട്ടാതെ പോകുന്നു. അപ്പൊ അത് അറിയണമെങ്കിൽ, അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള അവസരമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നടത്തുന്നത്. നമുക്ക് കൃത്യം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വാർണിംഗ് സിസ്റ്റം പോലെയാണത് പ്രവർത്തിക്കുന്നത്. അക്സെപ്റ്റൻസ് ഓഫ് ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഓരോന്നിനോട് അഡിക്ഷനോടുള്ള നമ്മുടെ വികാരം എന്താണ്, എന്തിനോടാണ് നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ളത്. ദെൻ അവെയർനെസ് ആവശ്യമുണ്ട്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ സോഴ്സ്. നമുക്കുണ്ടാകുന്ന ഈ ഇതുണ്ടല്ലോ വികാരം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രിഗേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിനെ. അതായത് ഏതെല്ലാം സാഹചര്യത്തിൽ നിന്നാണ്, എപ്പോഴാണ്, ആരെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിക്കുമ്പോഴാണ്, ശബ്ദങ്ങളിലോ മറ്റേതെങ്കിലും തരത്തിൽ എവിടെയാണ് നമ്മളുടെ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ സോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനെ റീസെറ്റ് ചെയ്യുകയും അതിനെ വിട്ടുകളയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ റിലീസിങ് ദി അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മൾ ഓരോന്നിനോട്, ഞാൻ പറഞ്ഞല്ലോ, അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ചില വ്യക്തികളോടാകാം, ചില ബന്ധങ്ങളോടാകാം, അല്ലെങ്കിൽ നമ്മൾ വികാരങ്ങളോടാകാം, പെയിനിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശീലങ്ങളോടാകാം. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അത് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ റിലീസ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക. ഡിറ്റാച്ചിങ് ഫ്രം ദി ഔട്ട്കം. അതുപോലെ തന്നെ ഇത് ഞാൻ വിട്ട് കളഞ്ഞാൽ എന്ത് സംഭവിക്കും എനിക്ക്. ഇപ്പൊ നമ്മൾ ചില ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നമ്മളുടെ കുടുംബങ്ങളിലോ മറ്റേതെങ്കിലും സാഹചര്യത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ബൗണ്ടറി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ പേടിക്കുന്നുണ്ട്, ഇതിന്റെ ഔട്ട്കം കൊണ്ട് എന്തുണ്ടാകുന്നു. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ അയാളെ കുറെ കൂടി മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ അതിൽ നിന്ന് ഞാൻ എൻ്റെ ബൗണ്ടറി വെച്ച് ഞാൻ അയാളോട് കർക്കശം എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചുകൂടി എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്നു എന്നുള്ളത് വരുമ്പോഴത്തേക്കും ഔട്ട്കംത്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നു. സോ ഡിറ്റാച്ച് ദി ഔട്ട്കം ആൻഡ് ദെൻ ലെറ്റിംഗ് ഗോ ഓഫ് ദി ഈഗോ. നമ്മളെ ഈഗോയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എന്ത് പറയുമ്പോഴും ഏത് ചെയ്യുമ്പോഴും എല്ലാം ഈഗോയിൽ നമ്മൾ നിൽക്കുകയാണ്. എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, ഇത് എൻ്റെ ഇഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള ആ ഈഗോ പ്ലേ വളരെയേറെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല, അൺഅവെയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സമൂഹത്തിലും നമ്മൾ ചെല്ലുമ്പം കൂടുതലായിട്ടുള്ള നമ്മളുടെ ആ ഈഗോ പ്ലേ നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. ഈഗോ, എൻ്റെ അഭിപ്രായം, എൻ്റെ മതം, എൻ്റെ വിശ്വാസം, എൻ്റെ ജാതി, എൻ്റെ നിറം, ഇതെല്ലാം വരുന്നത് ഈഗോയിൽ നിന്ന്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതാണ്. അതെല്ലാം വിട്ടുകളയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ദെൻ നമുക്ക് മുറിവേറ്റിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്ന് പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിശുവിന് പോലും അതിൻ്റെതായിട്ടുള്ള ആ ഡിസ്കംഫർട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു കുഞ്ഞു ശിശുവിന് പോലും ഭൂമിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ മാതാവിന്റെ ആ സ്പർശനം കൂടുതലായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ മരിച്ചു പോകുന്ന ശിശുക്കളുടെ ഒരു നേരിയ പേഴ്സന്റ് ലോകത്തുണ്ട്. നിങ്ങൾക്കറിയാം. അതായത് ആ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ ആ മാതാവിന്റെ
ആ മാതാവിന്റെ കൈകളിലോ അല്ലെങ്കിൽ മാറിലോ അല്ലെങ്കിൽ അങ്ങനെ അതിന് കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെ മരിച്ചു പോകുന്ന ആ ശതമാനം കൂടുതലായിരുന്നു പണ്ട്. ഇപ്പൊ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അവിടെ തൊട്ടേ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അവർക്കൊരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഇതുണ്ട്. ഇതെല്ലാം നമ്മളുടെ സെൽഫ് ഹീലിംഗിന്റെ ഇതാണ്. എന്താണ് സെൽഫ് കമ്പാഷൻ വഴി നമ്മളോട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് സെൽഫ് റിഫ്ലക്ഷൻ കൂടുതലായിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ നടത്തുക. പ്രാക്ടീസിങ് സെൽഫ് റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പുതുവർഷത്തില് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല ഏത് സമയത്തും. കാരണം ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇതേക്കുറിച്ച് ഞാൻ 2 ലേഖനങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഡിസംബർ അവസാന ഭാഗത്ത്. അത് 2 ഞാൻ നമ്മളുടെ SLS മൈൻഡ്ഫുൾനെസ് ബ്ലിസ്സിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അറിയിച്ചിരുന്നു. അത് വായിച്ചിട്ട് കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അപ്പൊ പ്രാക്ടീസിങ് ലെറ്റ് ഗോ എന്നുള്ളത് നമ്മൾ ചെയ്യുക. അതിന് ഏറ്റവും സഹായിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. സ്ട്രാറ്റജീസ് ഫോർ റീബിൽഡിങ്, എങ്ങനെയാണ് നമ്മൾ ഈ റീസെറ്റ് ചെയ്യുന്നതുള്ളതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജികൾ നമ്മൾ സ്വയം കണ്ടെത്തണം. അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക, എങ്ങനെയാണ് ഇതിപ്പം ഏതാണ് നമുക്ക് മാറ്റേണ്ടത്. ഒരുപക്ഷെ മുൻകോപമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ക്ഷമിക്കാനുള്ള വിഷമമായിരിക്കാം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഞാൻ പറഞ്ഞപ്പോൾ വലിയ മദ്യപാനം ഇങ്ങനെയുള്ളതായിരിക്കണം. പിന്നെ നമ്മൾ എംബ്രേസിങ് ന്യൂ പോസിബിലിറ്റീസ്, അതിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ പുതിയതായിട്ടുള്ള ആ ഓപ്പൺനെസ് വേണം നമുക്ക്. എന്താണ് സ്വീകരിക്കാൻ, പുതിയതിനെ സ്വീകരിക്കാൻ. അതുകൊണ്ടുണ്ടാകുന്ന മറ്റുള്ള നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചുള്ള ആ ചിന്തയല്ല, നമ്മുടെ ലാഭങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു ശക്തി നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതുപോലെ എംബ്രേസ് ദി ന്യൂ പോസിബിലിറ്റീസ്. ദെൻ റീബിൽഡിങ് ഫ്രം ദി ഇൻസൈഡ്. ഞാൻ ആദ്യമേ പറഞ്ഞ, അതായത് നമ്മൾ തീരുമാനമെടുക്കുന്നു, നമ്മൾ ഉദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു, എന്തെങ്കിലും ഇന്ന സമയത്ത് ഇത് ചെയ്യണമെന്ന് പറയുന്നു. ആ തീരുമാനങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഇൻസൈഡ്. അത് പലപ്പോഴും വൈകാരിക തലത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ റീബിൽഡിങ് സംതിങ്, റീസെറ്റിംഗ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളതിന്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ഇൻസൈഡിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കുക. ദെൻ ട്രസ്റ്റിംഗ് ദി പ്രോസസ്. ചില ആളുകൾക്ക് അവർ ചെയ്യുന്ന അതിനെക്കുറിച്ച് അവർക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനെ ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. ഫെയ്ത്ത് ഇൻ ചേഞ്ച്, നമ്മളുടെ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. ദെൻ അനദർ തിങ് ഈസ് എംബ്രേസിംഗ് ദി അൺസർട്ടനിറ്റി. നമ്മളുടെ അനിശ്ചിതത്വങ്ങളെ, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന നാളെ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളെ നമ്മൾ എംബ്രേസ് ചെയ്യാനുണ്ടാകണം. അത് മൊമെന്റ് ടു മൊമെന്റ് ആണ്. അല്ലാതെ നമുക്ക് വിചാരിക്കുന്ന പോലെ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം കൊണ്ടല്ല. നമ്മൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ ജീവിക്കുന്നെങ്കിൽ അത് അൺസർട്ടനിറ്റി ആയിരിക്കാം, സർട്ടനിറ്റിയിലായിരിക്കാം. സുഖങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും. മൊമെന്റ് ടു മൊമെന്റ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അതിനെ സ്വീകരിക്കാനുള്ള, അതിനെ എന്തും വരട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. ദെൻ ഫൈനലായിട്ട് പ്രാക്ടീസിങ് മോർ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുള്ളൂ, നമ്മൾ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അതേക്കുറിച്ചുള്ള ഫുൾ ആയിട്ടുള്ള അവയർനെസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ദെൻ ലിവിങ് ഇൻ ദി പ്രസന്റ്, ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. അതിനെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ലിവിങ് ഇൻ ദി പ്രസന്റ്, ലേൺ ടു ലിവ് ഇൻ ദി പ്രസന്റ് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ പാത്ത്. അതായത് റീസെറ്റ് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ, അതോടെ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.